കുറേ നമ്മുടെ അയ്യപ്പന്മാർ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഒരു പ്രത്യേക ഫീലിംഗാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. എല്ലാ വർഷവും വന്നില്ലെങ്കിൽ നമുക്കതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. ഓക്കെ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരിൽ ഭൂരിപക്ഷം ഭക്തിയും വിശ്വാസമുള്ളവർ, അമ്പലത്തിൽ വരുന്നവരാണ്. പണ്ട് നയനാർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ശബരിമല വരുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറഞ്ഞില്ല. അപ്പം നന്നാവുന്നത് എനിക്കല്ല, എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് ഇത് എങ്ങനെയും നശിപ്പിച്ച് കളയണമെന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് കൂടുതലും. തമിഴ്നാട്ടുകാരും കർണാടക, ആന്ധ്ര ഇവർ വന്നില്ലെങ്കിൽ ഇവിടെ എന്തുമായിരുന്നു. പണ്ടത്തെ ഭസ്മക്കളെ പോലും അറിയാൻ വയ്യാത്തവന്മാരായി ഈ കടന്നു ചാടുന്നത്. നമ്മൾ കാണുമ്പോൾ സങ്കടം വരും മനസ്സിൽ. നമ്മളൊരു അയ്യപ്പഭക്തനായിട്ട് കെട്ടുമുറുക്കി വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പം ദർശനം നമ്മൾ വരാൻ തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിക്കിലും തിരക്കിലുംപ്പെട്ട എത്രയോ അയ്യപ്പ ഭക്തന്മാരാണ് ഓരോ വർഷങ്ങളും മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന പമ്പയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ ഒരു ജനസാഗരം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അയ്യപ്പ ഭക്തന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ ആഗോള സംഗമം, അയ്യപ്പ സംഗമം സംബന്ധിച്ച് ആശയങ്ങൾ എന്താണ്, അല്ലെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. നല്ലൊരു പരിപാടിയാണ്. കാരണം നമ്മളെ ഈ ശബരിമലയായിട്ടൊരു വികസനം വേണമെന്നുള്ള അഭിപ്രായമാണ് എല്ലാ ഭക്തന്മാർക്കും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സംഗമത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമഗ്ര വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ആ സമഗ്ര ലക്ഷ്യം വികസനത്തിനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും സഹകരണവും അതുപോലത്തെ ഭക്തരല്ലാത്ത കൂട്ടരും മുഴുവൻ ആൾക്കാരുടെ സഹകരണം ഉണ്ടാവും തന്നെയാണ് സൂചിപ്പിക്കുന്നു. സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. കൂടാതെ നമ്മൾ എപ്പോഴും ഈ സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ ഇതിന് വരാറുണ്ട്. അയ്യപ്പ സംഗമം എന്നുള്ളത് നല്ലൊരു കാര്യമായിരുന്നു, ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ കുറേ നമ്മുടെ അയ്യപ്പന്മാർ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കാരണം ഇവിടെ സന്നിധാനത്തുള്ള ഗസ്റ്റ് ഹൗസുകൾ ഒക്കെ ബുക്ക്ഡ് ആയിരുന്നു. അതായത് നമുക്ക് വേക്കൻ്റ് ആയിരുന്നു, പക്ഷേ അവർ പിടിച്ചിട്ടുകൊണ്ട് നമുക്ക് റൂം അവൈലബിൾ അല്ല. അവർ പറഞ്ഞു ആരെങ്കിലും VIP വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം ബുക്ക് ചെയ്തിട്ട്. പക്ഷേ അതുകൊണ്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ. പിന്നെ നമുക്ക് ഒരു 10-11 മണിയാകുമ്പോൾ അവർ അനുവദിച്ച് തന്നു. അതുവരെ നമ്മൾ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അല്ലാതെ ആ രീതിയിൽ നോക്കുമ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഡിവോട്ടീസൊക്കെ അവിടെയാണുള്ളത്, സന്നിധാനത്തിലുള്ളത്. ഞാനിപ്പോൾ ഒരു 10-35 തവണയായിട്ട് വരുന്ന തികഞ്ഞ വിശ്വാസിയാണ്. എങ്ങനെയാണ് മനസ്സിന് സന്തോഷം എങ്ങനെയാണ് വരുമ്പോൾ? അതൊരു പ്രത്യേക ഫീലിംഗാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. എല്ലാ വർഷവും വന്നില്ലെങ്കിൽ നമുക്കതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം അത് ഞാൻ തന്നെ പറയുന്നത് എൻ്റെ ഒരു പീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. നമ്മളൊരു എല്ലാ സ്ട്രെസ്സിൽ നിന്നും റിലീഫ് ചെയ്യുന്നൊരു സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ തന്നെയാണ് കണക്കാക്കുന്നത്. എല്ലാ വർഷവും ഈ കന്നിമാസത്തിലിവിടെ ഉണ്ടാകുന്നതാണ്, എല്ലാ വർഷങ്ങളായിട്ട്. ഈ ആഗോള മഹാസംഗമത്തെ എങ്ങനെയാണ് അയ്യപ്പ സംഗമത്തെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തിടുക്കെ നടത്തിയ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മെയിനായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വോട്ട് ബാങ്കിൻ്റെ ഇതായിട്ട് നടത്തിയതായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഈ ആഗോള അയ്യപ്പ സംഗമം നമുക്കറിയാവുന്ന പോലെ കേരള സംസ്ഥാനത്തിൻ്റെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ അയ്യപ്പ തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷവും ശബരിമലയുടെ വാർഷികമായിട്ട് ഇവിടെ വരുന്ന മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ ഇത്ര കോടി രൂപ ശബരിമലക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അതൊന്നുമല്ല ഇവിടെ എത്തിച്ചേരേണ്ട വരുമാനം. കാരണം ഇതിൻ്റെ ഇടയ്ക്കുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂർ ഏജൻസികളുണ്ട്, തീർത്ഥാടക പാക്കേജ് കൊടുക്കുന്ന ഏജൻസികളുണ്ട്. അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവരുടേതായ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഈ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അല്ല, ഔദ്യോഗികമല്ലാത്ത അനൗദ്യോഗികമായിട്ടുള്ള ചില സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ടൂർ പാക്കേജായിട്ടാണ് ഇവിടെ വന്നു പോകുന്നത്. ഇവിടെ എത്തേണ്ടുന്ന വരുമാനങ്ങൾ പോലും മറ്റു രീതിയിലേക്ക് വഴിതിരിഞ്ഞാണ് പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യാറ്റിൻകര മുതൽ വടക്കമ്പലപൂർ വരെയുള്ള ചെറിയ ഭൂപ്രദേശത്ത് ഉള്ള ഒരു 1251 ക്ഷേത്രങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സംവിധാനമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ അയ്യപ്പ ശബരിമല എന്ന് പറഞ്ഞ വിശ്വതീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്ന ഒരു ഭക്തജനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ സംവിധാനമാണ്
ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വരുമാന ചോർച്ച തടയുക, നേരിട്ട് ബോർഡുമായിട്ട് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തിലുമുള്ള അയ്യപ്പ ഭക്തർക്ക്, ആ കൂട്ടായ്മകൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എൻ്റെ ഭാരവാഹിയാണ്. എല്ലാ മാസവും 1-ാം തീയതിയുമായി ബന്ധപ്പെട്ട് ശബരിമല വരുന്ന വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഇപ്പം നാളത്തേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് സമയമുണ്ട്, ഇന്ന് തന്നെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമല്ലേ ഇത്. അതിൻ്റെ അകത്ത് ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. രാഷ്ട്രീയം പറയുന്നുണ്ട് പലരും, അത് മുതലെടുപ്പ്, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നത്. നമുക്ക് രാഷ്ട്രീയമില്ല, നമുക്ക് ഭക്തിയാണ് നമ്മുടെ മനസ്സിൽ. നമ്മളൊക്കെ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരിൽ ഭൂരിപക്ഷം ഭക്തിയും വിശ്വാസമുള്ളവരാണ്, അമ്പലത്തിൽ വരുന്നവരാണ്. പണ്ട് നയനാർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ശബരിമല വരുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് രാഷ്ട്രീയമായ വേർതിരിവില്ല, ഭഗവാനെ കാണാൻ വരുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി, ഒരു പ്രസിഡൻ്റാണ്, പാണ്ഡവം ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതും അയ്യപ്പൻ്റെ അമ്പലമാണ്. അപ്പം നമുക്ക് ശബരിമല വരിക, ഇത്രയും മഹത്തായ ഒരു സംഭവം ഇവിടെ നടക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ അതിനുവേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്ത് വന്നതാണ്. ഞാനൊരു 2000 മുമ്പ് തന്നെ ഇവിടെ ഒരു ഔദ്യോഗിക പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത, ഇവിടെ സ്പെഷ്യൽ ഓഫീസറൊക്കെ ആയിട്ട് KSRTCയിൽ നിന്നാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിലയ്ക്കൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് പോരാ. അതേപോലെ തന്നെ ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തു മാറ്റത്തിനും ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമതി വേണം. അത് തീർച്ചയായിട്ടും വേണമെന്നുള്ളത് പരമസത്യമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്കതിനകത്ത് രാഷ്ട്രീയം വേണ്ട, ഭക്തിയിൽ. എൻ്റെ സ്വന്തം സ്ഥലം പന്തളം രാജകൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒരു സ്ഥലത്താണ്. ഒരു വിളിച്ച ബൈക്ക് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കേൾക്കുന്ന അത്രയും ദൂരമേ ഉള്ളൂ. അത് സ്വന്തം അയ്യപ്പൻ്റെ പഠിച്ചത് നമ്മുടെ തൊട്ട് ഒരു ആറുണ്ട്. ആറെന്ന് പറയുമ്പോൾ നദി, അതിൻ്റെ തൊട്ട് അങ്ങേക്കരയാണ്, ഞങ്ങൾ ഇക്കരയും. ആഗോള അയ്യപ്പ സംഗമം നല്ലതാണ്, പക്ഷേ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് നന്നാവുന്നത് എനിക്കല്ല, എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് ഇത് എങ്ങനെയും നശിപ്പിച്ച് കളയണമെന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് കൂടുതലും. ഒന്നല്ല, എന്നെപ്പോലുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇതെങ്ങനെയും ഒന്ന് നശിപ്പിച്ച് കിട്ടിയാൽ, ഇത് പണ്ടത്തെ അയ്യപ്പൻ്റെ അമ്പലം അല്ലല്ലോ ഇപ്പോൾ. ഇത് കാണുമ്പോൾ ഓരോരുത്തർക്ക് വലിയ അസുഖമാണ്. ഇപ്പോൾ ഇനി ഇച്ചിരി കൂടെ നന്നാവാൻ തുടങ്ങുന്നത് കണ്ടാലും അവർക്ക് തീരെ സുഖിക്കുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ കൊണ്ട് ഇത് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളിടത്തെല്ലാം മാരാമണ്ണ് നടക്കുന്നു, ചെറുകോൽപ്പുഴ നടക്കുന്നു, എന്നിട്ട് ആർക്കും ഒരു അസുഖവും ഇല്ല. പിന്നെ ഹിമാലയത്തിൻ്റെ അവിടെയൊക്കെ നടക്കുന്നു, എന്നിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് നമ്മൾ പുതിയതായിട്ടൊന്ന് തുടങ്ങിയപ്പോൾ അതിന് മാത്രം വിപരീതം പറയാൻ നമ്മുടെ ആൾക്കാർ തന്നെ, ദൂരെ നിന്ന് വരുന്നവരല്ല, ഇവിടുത്തുകാർ തന്നെ. അത് അല്ല, വേറെ വെളിയിൽ നിന്ന് ആരും വരരുത് ഇങ്ങോട്ട് വന്നാലെ കൊണ്ട് കുഴപ്പമാണ്. അവരിവിടുന്ന് എല്ലാം കൊണ്ടുപോകുകയാണ്. തമിഴ്നാട്ടുകാരും കർണാടക, ആന്ധ്ര ഇവർ വന്നില്ലെങ്കിൽ ഇവിടെ എന്തുമായിരുന്നു. പണ്ടത്തെ ഭസ്മക്കളെ പോലും അറിയാൻ വയ്യാത്തവന്മാരായി ഈ കടന്നു ചാടുന്നത്. ഒരക്കുഴി തീർത്ഥത്തിൽ ഇവന്മാർ വല്ലവരും പോയിട്ടുണ്ടോ? ഇവർ അമ്പലത്തിൽ ശബരിമല പോകാത്തവരായി കടന്ന് വെക്കുന്നത് മൊത്തം. ഞാനിപ്പോൾ ഒരു 10-15 വർഷം കൊണ്ട് എല്ലാ മാസവും വരുന്നുണ്ട്. എല്ലാ മാസവും പിന്നെ അയ്യപ്പൻ്റെ ഇവിടെ തിരുവാറണം ഓണമുണ്ടത് ഇവിടെ വച്ചാൽ എല്ലാ മാസവും വരുന്നുണ്ട്. കഴിഞ്ഞ മാസവും വന്നു, ഇനി ഈ മാസം ഇന്ന് വന്നു, അടുത്ത മാസവും ആകുമെങ്കിൽ വരിക. ഇപ്പം എനിക്ക് എത്ര പ്രാവശ്യം ശബരിമല വന്നിട്ടുണ്ട്? ഇപ്പോൾ ഒരു എണ്ണി നോക്കുക, അന്നൊരു 10-100 പ്രാവശ്യം വന്നിട്ടുണ്ട്. 15-20 വർഷം കൊണ്ട് എല്ലാ മാസവും വരുന്നുണ്ട്. എല്ലാ മാസവും വരിക. 55 പ്രാവശ്യത്തോളം വന്നാണ്. എവിടെ സ്ഥലം എവിടെയാണ്? സ്ഥലം ആലങ്ങാട്, എറണാകുളം ജില്ല, ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത്. ആലങ്ങാട് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റി എങ്ങനെയാണ്? അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കാർ ഇത് നടത്തണം എന്ന് പറഞ്ഞ് ആലങ്ങാടികൾക്കാരെ അമ്പലപ്പുഴക്കാരെ ക്ഷണിച്ച് ഞങ്ങൾ വന്ന് പങ്കെടുത്ത് പോയി. അല്ലാണ്ട് ഞങ്ങൾ കാണാണ്ട് വിമർശിക്കില്ല. കണ്ടതിന് ശേഷം അതിൻ്റെ പോരായ്മകൾ പറയാമെന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയും കൂടെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇത് അയ്യപ്പസ്വാമി ഒരു ഭക്തി ഉണ്ട് സർ. അത് അയ്യപ്പസ്വാമി എന്ന് മസ്റ്റ് ഇഷ്ടമുണ്ട്. അത് എനിക്ക് വേണം. അത് നമുക്ക് എപ്പോൾ കൂടെ പ്രയർ അത് അയ്യപ്പസ്വാമി. എത്ര പ്രാവശ്യം ശബരിമല വന്നിട്ടുണ്ട്? ഞാനൊരു 6-7 കൊല്ലം വന്നിട്ടുണ്ട്. എന്താ വന്നപ്പോഴൊക്കെ അനുഭവങ്ങൾ? അനുഭവം നഷ്ട അനുഭവം ആയിട്ടുണ്ട്. അതെന്താ വേണ്ട,
നമ്മളെ ഗുരുസ്വാമിയുടെ ഉണ്ട്. ശബരിമല പോകുമ്പോൾ വളരെ ഇഷ്ടമായി. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമായി. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഗുരുസ്വാമി? അങ്ങനെ 2018 ആയി. ഇവിടെ വന്നിട്ട് എങ്ങനെ തോന്നുന്നു? അയ്യപ്പ സംഗമത്തിൽ വന്നിട്ട് ഇവിടുത്തെ ഈ സംഗമത്തിൽ വന്നിട്ട് എങ്ങനെ തോന്നുന്നു? നമ്മൾ ചെറിയ കുട്ടികളുണ്ടായി വന്നിട്ട് പോയിട്ടുണ്ടായി. പിന്നെ അത് നമ്മൾക്ക് ഇഷ്ടമായി. നമ്മളെല്ലാവരും, അതായത് കൊച്ചു കുട്ടികളുണ്ടായത് ഇവിടെ വന്നിട്ടാണ്, ശബരിമലയിൽ വന്നിട്ടാണ് കുട്ടികളുണ്ടായത്. നമ്മളൊരു ഇത്ര വയസ്സിലുണ്ടായി, അത്ര വയസ്സിന് വന്നിട്ട് പോയിട്ടുണ്ടായി. പിന്നെ ഇപ്പോൾ ആൾ ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് 30 പേര് 40 പേരെ വിളിച്ചിട്ട് പോകും. മക്കര സംഗതി പിന്നെ മാസം എല്ലാം വരും. ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റി പറഞ്ഞാൽ ഒരു നല്ലൊരു സംരംഭമാണ്. ഈ വിശ്വാസികൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കുറച്ചുകൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്, ഇതിനകത്ത് സഹകരിച്ചിട്ടുള്ള ആൾക്കാർക്കും കുറച്ചുകൂടി ഈ അയ്യപ്പ വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരവസരം കൂടിയാണ്. ഉദ്ദേശപോലെ തന്നെ നമ്മൾ മറ്റൊന്നും നോക്കുന്നില്ല, രാഷ്ട്രീയം മറ്റൊന്നും നോക്കില്ല. ശബരിമല നമ്മുടെ ഒരു ആത്മീയ കേന്ദ്രമാണ്. അതിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് സപ്പോർട്ട് നമ്മളൊക്കെ ചെയ്യും. ഞങ്ങൾ കേരള വിശ്വകർമ്മ സഭയുടെ ഭാരവാഹികളാണ്. അപ്പോൾ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ സംഘടനയുടെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട, രാവിലെ മുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമ്മുടെ അടിസ്ഥാന വികസനത്തിന് ഉതകുന്നതാണല്ലേ. അപ്പോൾ അതിന് സപ്പോർട്ട് നമ്മളും ചെയ്യും. സംഘടന എന്നുള്ള പവിത്രത നശിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ കേരള വിശ്വകർമ്മ സഭ. അത് എന്ത് കാര്യത്തിനും നമ്മൾ കേരള വിശ്വകർമ്മ സഭയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശബരിമലയിൽ ഇനിയും എന്തേറെ വികസനങ്ങൾ വരാൻ കിടക്കുന്നു. എന്തേറെ വികസനങ്ങൾ, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നതാണ്. നമ്മുടെ റോഡ് വികസനമുണ്ട്, നമ്മുടെ അനുബന്ധ സ്ഥലങ്ങൾ വികസിക്കേണ്ടതായിട്ടുണ്ട്, ഇവിടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അയ്യപ്പന്മാർക്ക് വിരിവെക്കുന്ന കാര്യങ്ങൾ, ദർശനം നടത്തുന്ന കാര്യത്തിലൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് ഒത്തിരി വികസനങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളേ ഉള്ളൂ. ഞങ്ങൾ വെച്ചൊരു നിർദ്ദേശം, ഈ ശബരിമല അയ്യപ്പന്മാരെ നമ്മൾ കാണുമ്പോൾ സങ്കടം വരും മനസ്സിൽ. നമ്മളും ഒരു അയ്യപ്പ ഭക്തനായിട്ട് കെട്ടുമുറുക്കി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ദർശനം നമ്മൾ വരാൻ തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടുക്കും തോറും അയ്യപ്പന്മാർക്ക് ഭയങ്കര ഭാരമാണ്. ഒന്ന്, മറ്റൊരു ക്ഷേത്രത്തിൽ ദർശനം പോലെ ചെയ്യുന്ന പോലെ അല്ല ഇവിടെ. കെട്ട് തലയിൽ, തോൾബായിക, ഭക്ഷണം കഴിക്കാനുള്ള സാധനം, കൊച്ചുകുട്ടികളുണ്ട്, അവരെ കയ്യിൽ അല്ലെ അവരെ തോളയിൽ, അത്രയും റിസ്ക് എടുത്ത് വരുന്നവരാണ്. പിന്നെ നടന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്, സൈക്കിളിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്. അത്യാവശ്യം ജേണി ചെയ്താൽ തന്നെ നമുക്ക് എന്തായാലും ക്ഷീണം വരും. ആ അയ്യപ്പ ഭക്തന്മാരെ ആ നടപ്പന്തലിലിട്ട് ഈ നമ്മൾ കാലികളെ കൊണ്ടുപോകുന്ന പോലെ തിക്കി നിരക്കി. അവിടെ ശ്രീ സാർ ഒരു കാര്യം പറഞ്ഞു, ഈ തിരുനടയിൽ നിന്ന് താഴെ നോക്കുമ്പോൾ ഈ കടലിളകുന്ന പോലെ അയ്യപ്പന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആടി ഒലയുന്നുണ്ട് ഈ തിക്ക് കാരണം. അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം, ഈ ഗുരുവായൂർ അമ്പലത്തിൽ എത്ര ലക്ഷങ്ങൾ വന്നാലും സുഖമായിട്ട് ദർശനം നടത്താം. അവിടെ ബെഞ്ച് വെച്ചിട്ടുണ്ട്, 2 സൈഡിലും മണിക്കൂറുകൾ ഇരിക്കാം. അപ്പം തീർച്ചയായിട്ടും ഈ ശബരിമലയിലെ അയ്യപ്പന്മാർക്ക് അവിടെ ഇരുന്ന് ക്യൂവിൽ നിൽക്കാതെ ഒന്ന് കാല് മാറ്റി വെക്കാൻ അവിടെ സ്ഥലമുണ്ടോ? ഒരു കാല് ചവിട്ടിയിട്ട് വേറൊരു കാല് സ്ഥലം വെക്കാൻ സ്ഥലമുണ്ടോ? അപ്പം ശബരിമല ഗുരുവായൂരിലെ പോലെ തന്നെ 2 സൈഡിലും ബെഞ്ച്, അത് ഹോൾഡിംഗ് ബെഞ്ച് വെക്കാം, ആവശ്യം കഴിഞ്ഞ് മടക്കി വെക്കാവുന്ന രീതിയിൽ. അങ്ങനെ വരികയാണെങ്കിൽ ഈ അയ്യപ്പന്മാർക്ക് വളരെ ആയാസരഹിതമായിട്ട് ദർശനം നടത്താൻ കഴിയും. അത് 18-ാം പടിക്ക് താഴെയുള്ള അവിടെയും ഈ സിസ്റ്റം പാലിക്കണം. ഇതിങ്ങനെ തള്ളി അങ്ങ് വിടുകയാണ്. അതിൻ്റെ ഒരു നിയന്ത്രണം വേണമെന്നുള്ള ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഞാനുണ്ട്. ഈ തിക്കിലും തിരക്കിലുംപ്പെട്ട എത്രയോ അയ്യപ്പ ഭക്തന്മാരാണ് ഓരോ വർഷങ്ങളും മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ, ഇവിടെ തിരക്ക് നിയന്ത്രിക്കുക, ഇവിടുത്തെ വാഹന സൗകര്യങ്ങൾ, ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഇവിടുന്ന് പമ്പയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നിലയ്ക്ക് നിന്ന് വരുന്ന ഒരു വണ്ടി, ആ വണ്ടി ആ അയ്യപ്പ ഭക്തനെ കയറി തൊഴാൻ പോകുന്ന അയ്യപ്പ ഭക്തനായിരിക്കും ചിലപ്പം അവരുടെ കുടുംബത്തോടു കൂടി വരുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ വരെ വന്നിട്ട് ആ വണ്ടി തിരിച്ച് നിലയ്ക്ക് കൊണ്ടിട്ട് പിന്നെ വേണം ആ അയ്യപ്പൻ ഇവിടെ വന്നിട്ട് മല കയറി പോകാനുള്ള ഒരു സംവിധാനം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ തന്നെ അയ്യപ്പ ഭക്തന്മാർ വന്ന് അവർക്ക് സുഗമമായ രീതിയിൽ അയ്യപ്പ ദർശനം നടത്താനുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കണം. അതാണ് ശബരിമലയുടെ വികസനമാണ് പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് ഇടപെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗവൺമെൻറ് ചെയ്യാത്ത രീതിയിലേക്ക് ശബരിമല 1951 തീപിടുത്തത്തിന് ശേഷം ഈ ശബരിമലയ്ക്ക് ഇത്രയും വലിയ സൗകര്യം ഉണ്ടാക്കുവാൻ വേണ്ടി ഭക്തരുടെ ഒരു സഹായത്തോടു കൂടി ഗവൺമെൻറ് വെക്കുന്ന പ്രോജക്റ്റുകൾക്ക് എല്ലാവിധ പിന്തുണയുണ്ടാകും. എങ്ങനെയാണ് പറയാനുള്ളത്? ശബരിമല വികസനം നല്ലൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എരുമേലി നിലയ്ക്കൽ ആയിട്ടൊരു എരുമേലി വിമാനത്താവളമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ശബരിമല വികസനം കൂടുതൽ വരികയും
അതുപോലെ കൂടുതൽ ജനങ്ങൾ ഓരോ വർഷം കൂടും ജനങ്ങൾ കൂടുതൽ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു വികസന പ്രവർത്തനം ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ മാതൃക എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഒരു പ്രവർത്തനം വരും എന്നുള്ളതാണ്. ഈ പമ്പയുടെ പുണ്യതീരത്ത് ഇതൊരു വലിയൊരു മഹാസംഗമം നടത്തിയത് കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. ഈ വികസനത്തിന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. നല്ലൊരു വികസന പ്രവർത്തനം നടത്തുന്നത്. ഈ മഹത്തായ ഭൂമിയിൽ ത്രിവേണി സംഗമം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം എന്തുകൊണ്ടും ഈ നാടിന് കൂടുതൽ ശോഭയും കൂടുതൽ മെച്ചപ്പെട്ട തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള സംവാദങ്ങളും ഒക്കെയാണ് ഈ യോഗ സമ്മേളനത്തിൽ നടന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.